ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 25 ശ്ലോകം 3. 2, 3, 4 ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ഉഗ്രവും വീരവുമായിട്ടുള്ള ആ നരസിംഹാവതാരത്തിനെ മേൽപ്പത്തൂര് മനോഹരമായിട്ട് ഉചിതമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുകയാണ്. ഭക്തിയും രൗദ്രതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ വർണ്ണന. 2ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, അണ്ഡകടാഹങ്ങളെ വിറപ്പിക്കുന്നത് പോലെ അത്യുഗ്രമായി ഗർജിച്ചുകൊണ്ട് തൂണിൻ്റെ ഉള്ളിൽ നിന്നും മനുഷ്യനും അല്ല മൃഗവും അല്ല എന്നുള്ള ആ ഭഗവാന്റെ നരസിംഹരൂപം പുറത്തേക്ക് ചാടി. താടിരോമങ്ങൾ, സടാകേസരങ്ങളൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ട് ആ ഭഗവാൻ വലുതാവും തോറും ആകാശം പോലും കാണാനില്ല, അത്രയധികം വലുതായി എന്ന് പറഞ്ഞു. ഇനി 3ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ നിറം എങ്ങനെയാണ് കണ്ണുകളിരുന്നത്, സടാകേസരം, വായ, ദംഷ്ട്രം, അതൊക്കെയാണ്. ശ്ലോകം നോക്കാം. തപ്ത സ്വർണ സവർണ ഘൂർണ അതിരൂക്ഷാക്ഷം സടാകേസരം പ്രോത്കമ്പപ്രനികുംബിതാംബരം അഹോ ജീയാത്തവേദം വപു വ്യാപ്തവ്യാപ്തമഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാ ജിഹ്വാനിർഗമദൃശ്യമാന സുമഹാദംഷ്ട്രായുഗോഡ്ഢാമരം. വാക്കുകളുടെ അർത്ഥം നല്ലോണം ശ്രദ്ധിച്ചാലേ ഇത് ചില വരിയൊക്കെ മനസ്സിലാവുള്ളൂ. തപ്തസ്വർണം, തീയിലിട്ട് പഴുപ്പിച്ചതുപോലെ തപിപ്പിച്ച സ്വർണ്ണ നിറം, സ്വർണ്ണവർണ്ണ ഘൂർണം, സ്വർണത്തിന് തുല്യമായിട്ടുള്ളതും, ഘൂർണ അതിരൂക്ഷാക്ഷം, വട്ടം കറങ്ങുന്ന കണ്ണുകളും ആണ്. കണ്ണുകളുടെ കാര്യം പറഞ്ഞത്, കറക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണ്. ദേഷ്യം വന്നിട്ട് ഒരു സ്ഥലത്തും ഇങ്ങനെ കണ്ണ് തറച്ച് നിൽക്കാതെ കറങ്ങുന്ന മിഴികളാണ്. നിറം എങ്ങനെയായിരുന്നു? തപ്തസ്വർണ സവർണം, കണ്ണിൻ്റെ നിറം സ്വർണം ഇങ്ങനെ ചൂടായി ചൂടായി ചുമന്ന നിറത്തിലുള്ളത് പോലെയുള്ള കണ്ണ്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിഭയങ്കരവും ആയിരുന്നു. തപ്തസ്വർണ സവർണ ഘൂർണത് അതിരൂക്ഷ അക്ഷം. ഇനി സടാകേസര പ്രോത്കമ്പ പ്രനികുംബിത അംബരം. സടയും കേസരവും, തലയിലെയും താടിയിലത്തെയൊക്കെ ആ രോമങ്ങൾ, സിംഹത്തിലെ അതിൻ്റെ രോമങ്ങളുടെ പ്രോത്കമ്പം, ഇളക്കം കൊണ്ട്, പ്രനികുംബിതം, മറയ്ക്കപ്പെട്ട, അംബരം, ആകാശം. ഇത്രയും വലിയ രൂപമായതുകൊണ്ട് അതിൻ്റെ സടകളും കേസരവുമൊക്കെ ഇങ്ങനെ ഇളകുമ്പോൾ ആ വലിപ്പത്താൽ ആകാശം പോലും മറയ്ക്കപ്പെട്ടിരുന്നു. അഹോ, ഇതെന്തൊരാശ്ചര്യമാണ് എന്ന് മേൽപ്പത്തൂര് തന്നെ പറയാണ്. അദ്ദേഹത്തിന് ഉള്ളിൽ ആ രൂപം തെളിഞ്ഞു കിട്ടാൻ. വ്യാപ്തവ്യാപ്ത മഹാദരീ സഖമുഖം, വ്യാപ്തമാണ്, വിസ്തൃതമാണ്, വ്യാപ്തം, സകല സ്ഥലത്തും വ്യാപിച്ചതുപോലെയുള്ള, മഹാദരീ സഖം, വലിയ ഒരു ഗുഹ പോലെയുള്ള മുഖം. മുഖം എന്ന് പറഞ്ഞാൽ വായ. ആ വായ എങ്ങനെയായിരുന്നു? വളരെ വലുതായിരുന്നു, തുറന്നിരുന്നു, ഗുഹ പോലെ സകല ദിക്കിലും വ്യാപിച്ച് ഈ വായ. എവിടെ നോക്കിയാലും ഈ ഗുഹ പോലത്തെ വായയാണ് കാണുന്നത്. വായയുടെ ഉള്ളിൽ നാവ് എങ്ങനെയായിരുന്നു? ഖഡ്ഗ ഉഗ്രവൽഗൻ മഹാജിഹ്വ, വാള് പോലെ 2 ഭാഗത്തും മൂർച്ചയേറിയ അഗ്രങ്ങളോട് കൂടിയ വാള് പോലെ ഭയങ്കരമായിരുന്നു. വൽഗൻ മഹാജിഹ്വ, അതിങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരുന്നു, നാവ് വെളിയിലേക്കിട്ടിങ്ങനെ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു. നിർഗമദൃശ്യമാനസു മഹാദംഷ്ട്ര, നാവ് വെളിയിലേക്കിടുമ്പോൾ, പുറത്തേക്കിടുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി 2 ദംഷ്ട്രകൾ കാണുമായിരുന്നു. ദംഷ്ട്രായുഗോഡ്ഢാമരം, ദംഷ്ട്രായുഗം, 2 ദംഷ്ട്രകൾ, ആ പല്ലുകൾ നീണ്ടിങ്ങനെ വരണത് പോലെ
എത്രയോ വലിയ ഒരു പർവ്വതം പോലെയുള്ള ആ 2 ദംഷ്ട്രകൾ ഡാമരം വിറയ്ക്കുന്നത് പോലെ തോന്നി. തവ ഇതം വബുജിയാത്, ഭഗവാനെ, എൻ്റെ മുന്നിൽ ഇങ്ങനെ കോമള രൂപത്തോടെ ഇരിക്കുന്ന ഭഗവാനെ, അങ്ങയുടെ മറ്റൊരു രൂപമല്ലേ ഇത്? അത് ജിയാത്, എപ്പോഴും ജയിക്കട്ടെ. ഈ ജയിക്കുന്ന പോലെയുള്ള ആ രൂപമാണ്. എത്ര ക്രൂരമായാലും ഭീഷണമായാലും ഭഗവാന്റെ രൂപം ഭക്തൻ്റെ മുന്നിൽ എന്നും അഭയമരുളുന്നതാണ്, ഭയപ്പെടുത്തുന്നതല്ല ഭഗവാൻ. ഭഗവാൻ ഭയപ്പെടുത്തും. ആരെയാണ്? ഹിരണ്യകശിപുവിൻ്റെ പോലെ ശത്രുതാ മനോഭാവം ഉള്ള ആൾക്കാരെ, ക്രൂരന്മാരായവരെ, കള്ളന്മാരെയാണ് ഭഗവാൻ ഭയപ്പെടുത്തുക. തപ്തസ്വർണ സവർണ ഘൂർണത് അതിരൂക്ഷാക്ഷം. അപ്പോൾ കണ്ണ് അങ്ങനെയായിരുന്നു, ചുമന്ന നിറത്തിലുള്ളതും വട്ടം കറക്കുന്നതും ആയിരുന്നു, ഭയങ്കരമായിരുന്നു. സടാകേസര പ്രോത്കമ്പ, സടയും കേസരവും ഒക്കെ ഇങ്ങനെ വിറച്ചു കൊണ്ടിരുന്നു. പ്രനികുംബിത അംബരം, ആകാശത്തെ മറയ്ക്കുന്നതായിരുന്നു. പിന്നത്തെ വരി ഒന്ന് ശ്രദ്ധിക്കണം. ജിയാത്ത് തവ ഇതം വപു എന്നാണ്. ജിയാത്ത വേദം വപു എന്ന് പറഞ്ഞാൽ അതിനെ മുറിച്ച് വായിക്കണം. ജിയാത്ത്, ജയിക്കട്ടെ, തവ, ഭഗവാനെ, അങ്ങയുടെ, ഇതം വപു, ഇത്തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ടുള്ള വപുസ്, ശരീരം. വ്യാപ്തവ്യാപ്ത മഹാദരീ സഖമുഖം, വായ എങ്ങനെയായിരുന്നു? അതിവിസ്തൃതമായ ഒരു ഗുഹ പോലെ. ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വ, ജിഹ്വ ഇരുതലയും മൂർച്ചയുള്ളതും നീണ്ടു കിടന്നാടുന്നതുമായ അതിഭയങ്കരമായ തിളങ്ങുന്ന വാള് പോലെയായിരുന്നു. നിർഗമദൃശ്യമാന സുമഹാദംഷ്ട്ര യുഗോഡാമരം, യുഗം, 2 ദംഷ്ട്രകളും ഈ നാവ് പുറത്തേക്കിടുമ്പോൾ കാണുമായിരുന്നു. സുമഹ, അത്രയേറെ വലിപ്പമുള്ളതാണ്. അതും ഇങ്ങനെ ഡാമരം വിറച്ചുകൊണ്ടിരുന്നു. ഉഡ്ഡാമരം എന്ന് പറഞ്ഞാൽ അതാണ്. നരസിംഹ ഭഗവാന്റെ ആ രൂപം കണ്ട് ഹിരണ്യകശിപുവും അവിടെ കൂടിയിട്ടുള്ള അസുരന്മാരും അങ്ങനെയുള്ള എല്ലാവരും പേടിച്ചു വിറച്ചു. എന്നാൽ ഭക്തപ്രഹ്ലാദനാവട്ടെ, അതുപോലെ ഭഗവാന്റെ മഹത്വം അറിഞ്ഞിട്ടുള്ള ആ അസുരക്കുട്ടികളാവട്ടെ, എത്രയോ അനേകം ഭക്തന്മാരാകട്ടെ, മേൽപ്പത്തൂരാകട്ടെ, വായിക്കുന്ന നമ്മളാകട്ടെ, ഒരിക്കലും അതിനെ പേടിക്കില്ല. അഭയപ്രദനായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം ജയിക്കട്ടെ എന്നാണ് ഭട്ടതിരിപ്പാട് പോലും പറയണത്. ജിയാത്തവേദം വപു, ഭഗവാന്റെ ഈ മനോഹരമായ രൂപം എന്നെന്നും ഞങ്ങളുടെ മനസ്സിൽ നിലനിൽക്കട്ടെ എന്നാണ്. അത് വേഗം മറിച്ച് കളയണേ എന്നല്ലല്ലോ പറയണത്. ഒന്നും കൂടി ശ്ലോകം വായിക്കാം. 2, 3, 4 പ്രാവശ്യമൊക്കെ നന്നായിട്ട് മനസ്സിരുത്തി വായിച്ചാലേ വാക്കുകൾ എവിടെയാണ് മുറിക്കേണ്ടത്, എങ്ങനെയാണ് അർത്ഥം വരുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. തപ്തസ്വർണ സവർണ ഘൂർണദതിരൂക്ഷാക്ഷം സടാകേസരം പ്രോത്കമ്പപ്രനികുംബിതാംബരമഹോ ജിയാത്തവേദം വപു. വ്യാപ്തവ്യാപ്തമഹാദരീ സഖമുഖം ഖഡ്ഗോ